വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. ഞാനെന്നുള്ളത് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിലാണ്. രാവിലെ 2:30 ആയപ്പോഴത്തേക്കും ഹാർബറിലോട്ട് വന്നതാണ്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്യണം. ഞാനിവിടെ 2:30 വന്നപ്പോഴത്തേക്കും തന്നെ ബോട്ടുകളിൽ നിന്ന് മീനൊന്നും ഹാർബറിലോട്ട് ഇറക്കാൻ തുടങ്ങിയിട്ടില്ല. അവരതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് എല്ലാ കൊട്ടയും ബോട്ടിനടുത്തോട്ട് എടുത്ത് വയ്ക്കുകയും അങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കണവയൊക്കെ മാറ്റി അവർ കുറച്ച് കൂട്ടി ഇടാൻ തുടങ്ങി. കണവ ഒക്കെ ശക്തികുളങ്ങര ഹാർബറിൽ ആർക്കെങ്കിലും കണവ വേണമെങ്കിൽ 5 മണിയോടുകൂടിയാണ് കണവ ഈ സമയത്തൊക്കെ ലേലം വിളിക്കാൻ തുടങ്ങുന്നത്. അതും ഇപ്പം ഓണം വരെ കാണത്തുള്ളൂ കണവ. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണവ പണി മാക്സിമം മിക്ക ബോട്ടുകളും നിർത്തി വേറെ അടുത്ത പണിയിലോട്ട് പോകും. കൂടുതലും മീനുകളൊക്കെ ഒരു 3 മണിയോട് കൂടിയാണ് ലേലം വിളി തുടങ്ങിയത്. 3 മണിയോട് കൂടിയാണ് മീനെല്ലാം കൂടുതലും വെളിയിലോട്ട് ഇറക്കി ലേലം വിളി സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നൊരു ബോട്ടിനകത്തുനിന്ന് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് കൊട്ടയിലോട്ടാക്കി ബോട്ടിനകത്തുനിന്ന് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിഞ്ഞും ലോഡിംഗ് തൊഴിലാളികൾ വന്ന് ഹാർബറിനകത്തോട്ട്, അതായത് ആ ലേലം വിളിക്കുന്ന ആ ഭാഗത്തോട്ട് അവർ തലയിൽ ചുമന്ന് എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അവർ കുറേ ലേലം വിളിച്ച് വിൽക്കും. പൊതുവേ ഉള്ളതിൽ വെച്ച് മീൻ കുറവാണ്. അതുമല്ല ലേലം വിളിച്ച് എടുക്കാനുള്ള ആളുകളും വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാനവിടെ തിരക്കിയപ്പോഴത്തേക്കും തന്നെ പറഞ്ഞത് ലേലം വിളിച്ചെടുക്കാൻ ആൾ കുറവായതുകൊണ്ടും ലേലം വിളിക്ക് മീനിന് വില കുറവായതുകൊണ്ടും ബോട്ടുകാർ മാക്സിമം മീനും വെളിയിലോട്ട് ഇറക്കിയിട്ടില്ല. ഒരു നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, നാളത്തെ വിലയും കൂടി നോക്കിയിട്ട് ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബോട്ടുകാർ തന്നെ മാക്സിമം മീൻ വെളിയിലോട്ട് ഇറക്കിയിട്ടില്ല, മീനിന് വില കുറവായതുകൊണ്ട് തന്നെ. പിന്നെ ഈ സൈഡിലോട്ട് ഏറ്റവും ലാസ്റ്റ് ഷെഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കൊഞ്ചിൻ്റെ ഇതാണ്. കൊഞ്ച് അവർ ഇതിനൊക്കെ വാരിയിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊഞ്ച് പൊളിക്കുന്ന ആ ടീമും ലാസ്റ്റ് കുറേ ചേച്ചിമാരിരിക്കുന്നത് അവരെല്ലാം ഈ കൊഞ്ച് പൊളിക്കാനും കൊഞ്ച് സെപ്പറേറ്റ് ചെയ്ത് വൃത്തിയാക്കി മാറ്റാനും വേണ്ടിയിട്ടാണ്. ഞാനിന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. അതായത് അവർ കുറച്ച് പേരൊക്കെ ലോഡിങ്ങിൽ അവിടെ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ കുറച്ച് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ കൂട്ടുകാരൻ്റെ ടോണിയുടെ അളിയനുണ്ടായിരുന്നു. പുള്ളി അവിടെ ശക്തികുളങ്ങര നീണ്ടകര ഹാർബറിലെ ലേലക്കാരനാണ്. അതായത് ലേലം വിളിച്ച് മീൻ ലേലം വിളിച്ച് വിൽക്കുന്ന ആളാണ് ലേലക്കാരൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ചേച്ചിമാർ ഈ കൊഞ്ച് സെപ്പറേറ്റ് ചെയ്യുകയാണ്. കൊഞ്ച് അവർ ഐസും ആ വേസ്റ്റും പിന്നെ മീനും ഒക്കെ ആയിട്ടുള്ളതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ കാണുന്നത് എല്ലാവരും ഓടി അകത്ത് ഷെഡിനകത്ത് കയറി നിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ഒരു മഴയങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 3 മണി ആവാറോ ആയതോടുകൂടി അപ്പോഴത്തേക്കും ഈ മീൻ ഇറക്കുന്നതും എല്ലാവരും പെട്ടെന്ന് ഷെഡിനകത്തോട്ട് കയറി അവർ വെയിറ്റ് ചെയ്യാണ് പെട്ടെന്ന് മഴ മാറുമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലവർ ഈ വണ്ടിക്കകത്ത് കുറേ ഓൾറെഡി ബോക്സിലാക്കി മാറ്റി വെച്ചിരുന്ന കണവയാണ് ഈ കൊണ്ട് തട്ടുന്നത് കൂടുതലും. ഇതെല്ലാം മഴ കാരണം ആളുകൾ കയറി നിൽക്കുകയാണ്. പക്ഷേ ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ പെട്ടെന്ന് തന്നെ മീനുകളെല്ലാം മഴയൊന്ന് താന്നത് മീനെല്ലാം വാരി ഷെഡിനകത്തോട്ട് കയറ്റി ലേലം വിളി സ്റ്റാർട്ട് ചെയ്തവർ എല്ലാം പെട്ടെന്ന് അവർ ചെയ്യുന്നത്. അവർക്കൊരു ചെറിയൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അവർ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം ഓരോ ബോട്ടിൽ നിന്ന് ഇറക്കി കൊട്ടയിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കൂടുതലും ഉണ്ടായിരുന്നത് കിളിമീനൊക്കെ തന്നെയാണ്. എന്നാലും ഈ പറഞ്ഞ കണക്ക് ലേലം വിളിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. പിന്നെ ഈ കാറ്റിൻ്റെ പ്രശ്നം കാരണം മിക്ക ബോട്ടുകളും നേരത്തെ കയറുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം കാറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം അവർക്ക് മീൻ പിടിക്കാനും അങ്ങനെയുള്ള പല സൗകര്യവും കുറവുണ്ട്. അത് കാരണം കാറ്റും മഴയൊക്കെ ആയിട്ട് മിക്ക ബോട്ടുകാരും പിന്നെ പകുതിക്ക് വെച്ച് നിർത്തി വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കുറച്ച് മഴയൊന്ന് തോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും വീണ്ടും ബോട്ടിനടുത്തോട്ടൊക്കെ പോയി. ചുമട് തൊഴിലാളികളെല്ലാം എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി മീൻ എടുക്കാൻ തുടങ്ങി. ഒരു ചേട്ടൻ തലയിൽ ചുമട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ കണക്ക് ഓരോരുത്തർ ഇറങ്ങാൻ തുടങ്ങി. അതായത് മഴ മൊത്തത്തിൽ മാറിയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ഉണ്ട്. 5000 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 42
ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് 1500 രൂപയ്ക്കാണ് രാവിലെ വന്ന് വരുന്ന മരക്കാരൻ അത് വേറെ ആളുണ്ട് 1500 എൺപത്തിരണ്ട് 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 നാൽപ്പത്തൊമ്പത് അയ്യായിരം 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 അമ്പത്തൊന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് 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 അമ്പത്തിമൂന്ന് 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 അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്താറ് അമ്പത്തിയേഴ് അമ്പത്തിയേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് 5000 52 52 54 അതുപോലെ 54 56 56 അതുപോലെ 56 56 56 56 അതുപോലെ 56 56 56 56 അതുപോലെ 56 56 56 56 56 അതുപോലെ 56 56 56 56 56 അതുപോലെ 56 56 56 56 58 58 അവര് 58 58 58 58 58 അവര് 58 58 അവര് 58 6000 6000 അവര് 6000 62 62 62 62 62 62 അവര് 62 62 62 ഞാൻ മാക്സിമം ഈ ലേലം വിളിക്കുന്നതിനകത്തുള്ള സൗണ്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ കേൾക്കാനും കൂടി ചേർത്തിട്ടാണ് ഞാനത് മാക്സിമം സൗണ്ടൊന്നും കട്ട് ചെയ്യാതെ അങ്ങനെ ഇട്ടത്. പക്ഷേ എന്നാലും ഹാർബറിന് ആ ഷെഡിനകത്ത് ലേലം വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിറച്ച ആളുകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ബഹളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് കാണും. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാവരും അത്ര തിങ്ങിക്കൂടി നിന്നാണ് അവർ ഇങ്ങനെ ലേലം വിളി നടക്കുന്നതും മേടിക്കാൻ വരുന്നവരും എല്ലാം നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുറത്തുനിന്ന് മീൻ മേടിക്കാൻ വേണ്ടി ഹാർബറിലോട്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ മീനൊക്കെ അവർ കൊട്ടയിലാക്കി ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി ആളെ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാലിൽ മുള്ളു കൊള്ളാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കിക്കോണം. സൂക്ഷിച്ചും എല്ലാം നോക്കി വേണം നിൽക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് അവർ മീനെടുത്ത് സ്പീഡിന് പെട്ടെന്ന് പയ്യെ തള്ളി കൊണ്ടുപോകുന്നത്. നമ്മളൊന്ന് ചുമ്മാ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവർ തള്ളി നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോകും. അമ്മാതിരി തിരക്കായിരിക്കും. അപ്പോൾ ആ വലിയ വലിയ മീനൊക്കെ അതിൻ്റെയൊക്കെ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊത്ത് കയറും കാലിലൊക്കെ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോണം. പിന്നെ നമ്മൾ വീണ്ടും ബോട്ടിൻ്റെ അടുത്തോട്ടൊക്കെ വന്ന് നോക്കി എന്തെല്ലാം മീനുകളുണ്ടെന്ന്. കൂടുതലും കിളിമീൻ, അയില, പാര, പരവ അങ്ങനെയുള്ള പല മീൻ, പിന്നെ വാള, ചില ബോട്ടുകളിൽ വാള കുറേ കണ്ടു. അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ചൂര അങ്ങനെയുള്ള മീനൊക്കെ വേണമെന്നുള്ളവർ മിക്കവാറും നീണ്ടകര അല്ലെങ്കിൽ വാടി ആ ഹാർബറുകളിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നീണ്ടകരയൊക്കെ ആണെങ്കിൽ 5 മണിയോടുകൂടി അവിടെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
ഓരോ ബോട്ടുകാർ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അവർ അതിൻ്റെ ലോഡിങ് തൊഴിലാളികളുണ്ട്. അവർ ഇത് പൊക്കിയെടുത്ത് അവർ നേരെ ഷെഡിനകത്ത് കൊണ്ടുപോയി ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കും. ഇതാണ് ബോട്ടിനകത്തുള്ള സ്റ്റോറേജ്. ഇതിനകത്താണ് അവർ ഐസും എല്ലാം സെറ്റ് ചെയ്ത് കടലിനകത്ത് പോയി മീൻ പിടിച്ചിട്ട് മീൻ സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നത്. കരയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇറങ്ങുന്നത് വള്ളംകോരികളാണ് ഈ മീൻ കോരി കൊട്ടയിലാക്കി കൊടുക്കുന്നത്. ഇത് മേളിൽ നിന്ന് ആളുകൾ കയറിട്ട് വലിച്ച് മേളിലോട്ട് കയറ്റുകയാണ്. അകത്ത് നല്ല സ്പേസ് ഉണ്ട്, നല്ല രീതിക്ക് മീൻ നിറച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു സമയമൊന്നുമില്ല. അതുമല്ല, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന എന്തെങ്കിലും ബോട്ടുകാരുണ്ടെങ്കിൽ അകത്തോട്ടൊക്കെ ഇറക്കത്തുള്ളൂ. നമുക്കറിയാവുന്ന ഒരാളുടെ ബോട്ടുണ്ട്. ഒരു ദിവസം അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ ഈ സ്റ്റോറേജിനകത്തുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ അതിൻ്റെ ഇൻഫോർമേറ്റീവായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ സ്റ്റോറേജിൽ ഐസും മീനും ഒക്കെ ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിൽ നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും ഐസിൻ്റെ ഇതും തണുപ്പും എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ഇതാവില്ല. വോമിറ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു ബോട്ടിൽ ഞാൻ വാള കണ്ടോളൂ. വേറൊരു ബോട്ടിലും അവിടെ വന്ന് കിടന്ന ബോട്ടിലും വാള കണ്ടില്ലായിരുന്നു. ഇതെല്ലാം കൊഞ്ച് ഇപ്പോൾ കൊണ്ട് തട്ടുന്നതാണ്. നോർമലി ഈ ഒരു ഹോളിൽ ഫുള്ള് കൊഞ്ച് കണക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കൊണ്ട് തട്ടി കൂട്ടിയിടും. പിന്നെ കണവ ഇതിപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് 5 മണിക്കാണ് കണവ ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 5 മണിക്കത് വിളിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ട് തട്ടിയിടുന്നതാണ് നേരത്തെ കൂട്ടി. 5 മണിയാകുമ്പോഴത്തേക്കും ഇപ്പുറത്തെ രണ്ടാമത്തെ ഷെഡിൽ ലേലം വിളി കണവയുടെ ഇത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടെ വരുന്നവർ മാക്സിമം സൂക്ഷിച്ച് നടക്കണം. ഈ മീനിൻ്റെ വെള്ളവും അങ്ങനെ ചെതമ്പലുമൊക്കെ ആയിട്ട് ഇങ്ങനെ താഴെയൊക്കെ കിടക്കുന്ന കാരണം തെന്നി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നടക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് നടക്കുക. അഥവാ തെന്നി വീണ് കഴിഞ്ഞാൽ നല്ല പുറം ഇടിച്ചേ വീഴത്തുള്ളൂ. അപ്പം അതൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ച് നടക്കണം. ഇതെല്ലാം നല്ല കണവയാണ്. പക്ഷേ ഈ കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഐസും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് കിടക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഐസ് മെൽറ്റായിട്ട് ലേലം വിളിക്കുന്ന സമയത്ത് കണവ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ എല്ലാം നല്ല ഫ്രഷ് ഇത് തന്നെയാണ്. അധികം ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങനെയൊക്കെ വന്ന മീനുകളാണ്. ഇതെല്ലാം ഓരോരുത്തർ ബോട്ടിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട്, ഹാർബറിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഇത് തീരുന്നതിനനുസരിച്ച് അവരകത്തോട്ട് കയറ്റത്തുള്ളൂ. അതാണ് ഈ കാണുന്നത് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓരോ ബോട്ടിൽ നിന്നും മീൻ എടുത്തുകൊണ്ട് വന്നേച്ച് അവരിങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഹാർബറിൽ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന മീനുകൾ ലേലം വിളി കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഹാർബറിനകത്തോട്ട് കയറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കൂട്ടി സൈഡിൽ കൊണ്ട് ഓരോന്ന് വെക്കുന്നത്. ഇതിനകത്തുള്ള ചുമട് തൊഴിലാളികൾക്കെല്ലാം ഒരു യൂണിയനുണ്ട്. അപ്പോൾ അവരാണ് ഇതെല്ലാം പൊക്കിയെടുത്തുകൊണ്ട്, വേറെ ആർക്കും വെളിയിൽ നിന്ന് വന്ന് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ യൂണിയനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ തന്നെ മീനിന് പൊതുവേ വില കുറവാണ്. അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ വെളിയിൽ നിന്നുള്ളവർക്ക് മീൻ ലേലം വിളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഹാർബറിലൊക്കെ പോയി ലേലം വിളിക്കുവാണെങ്കിൽ ഇവർക്കും അതൊരിത്തിരി നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പം ആളുകൾ കുറവാണ് വാങ്ങിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്കായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ RJ.